ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറയൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? നമ്മുടെ പിരപ്പങ്കോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ രാവിലെ ഞാൻ വരികയുണ്ടായി. നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അമ്പലം മൊത്തം ചുറ്റി കാണിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമുണ്ട്. ഇവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത് അവൈലബിൾ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലും ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു സമാധാനവും സ്വസ്ഥതയും, മനസ്സ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പതറി അടിച്ച പോലെ നടക്കുകയാണ്. അപ്പം മനസ്സിനൊരു സുഖമില്ല, അതാണ് വിഷയം. അപ്പം എന്തായിരുന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു പാൽപ്പായസത്തിന് കുറേ മഞ്ചാടിക്കുരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാരി ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്ത് ഇന്ന് പായസത്തിന് വേണ്ടി വന്നതാണ്. 11 മണിയാവും പായസം കിട്ടാൻ. 10:30, 10:45, 11 മണിയാവും. അപ്പം നമ്മൾ ഈ സ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ എന്തുവാണെന്നറിയത്തില്ല, ഇങ്ങനെ ഈ ഒരു മനസ്സിന് ഒരു തൃപ്തിയും മനസ്സിൻ്റെ ഒരു പ്രയാസങ്ങളും ഒക്കെ മാറുന്ന പോലെ ഒരു ഫീല്. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ മാവേലിക്കര ആണ് ഞാൻ പഠിച്ചിരുന്നത്. ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. അപ്പം പിന്നെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിഞ്ഞൂടാത്തവർ കാണത്തില്ല, ആ ഭാഗങ്ങളിലുള്ളവർക്ക്. അവിടെ ഞാൻ പോയി തൊഴുതിട്ടുണ്ട്. അതിനകത്ത് പിന്നെ പെട്ടെന്ന് സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ ഈ ബുദ്ധ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി ഉത്സവമഠം കൊട്ടാരത്തിൻ്റെ അതിലെ കൂടെ ഓടി സ്കൂളിൽ പോയതൊക്കെ ഇപ്പോൾ ഓർക്കുക. ഓരോ നിമിഷങ്ങളൊക്കെ നല്ല നല്ല മൂമെൻറ്റ്സ് തന്ന ഒരു സമയം. അതിൻ്റെ അപ്പുറത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെയും പോയി ഇങ്ങനെ തൊഴുകയും പറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കുശാല. അവിടെ സപ്താഹയജ്ഞമൊക്കെ നടക്കുമ്പം ഞങ്ങൾ പോയി സദ്യ ഉണ്ണാനും എടുക്കാനൊക്കെ അവിടെ പോകുമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കില്ലായിരുന്നു. ഭഗവാന്റെ പ്രസാദം കിട്ടുന്നത് വലിയ ഇതല്ലേ. തൊട്ടടുത്തുള്ള പരിസരങ്ങളിലുള്ള മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും ആ സമയത്ത് സദ്യ കഴിക്കാത്തതായിട്ട് ആരും ആ സ്കൂളിലുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ, കാലഘട്ടങ്ങളിൽ. ഇവിടെ എന്തുവാണെന്നറിയത്തില്ല, ഭയങ്കര നിശബ്ദമായ ഒരു അന്തരീക്ഷം, നല്ല ഇളം കാറ്റ്. നല്ല കുറേ മുമ്പ് വരേക്കും ഈ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് കുറേ പേരിങ്ങനെ പ്രായമുള്ളവരെല്ലാവരും പിന്നെ രാമായണം വായിക്കുന്നത് കണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു ഒരു പ്രത്യേക സന്തോഷവും ആനന്ദവും ഒക്കെ മനസ്സിൽ തോന്നി. കാരണം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞ് അടുത്ത ആൾ ചൊല്ലിക്കഴിഞ്ഞ് അടുത്ത ആൾ ഒരടുക്കും ചിട്ടയോടുകൂടിയും ഉള്ള ഇതായിരുന്നു. പക്ഷേ ഈ രാമായണ മാസത്തിൽ വടക്കോട്ട്, അതായത് എൻ്റെ അമ്മയുടെ നാട്ടിലോട്ട് മാവേലിക്കര ആ ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുന്നത് രാമായണം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അവർ കൃഷ്ണരാമ ചൊല്ലി നിർത്തി. വൈകുന്നേരം പിന്നെ ഒരു സമയമാകുമ്പോൾ തുടങ്ങി. പിന്നെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് ആ ഒരു ഇതൊക്കെ നിർത്തി. അങ്ങനെയൊക്കെ നമ്മൾ കണ്ട് വളർന്ന ഒരു മണ്ണാണ്. പക്ഷേ ഇവിടെ അത്ര ഒരു ഇതില്ല. ഇവിടെയൊക്കെ അങ്ങനെ ഇതൊന്നും വായിക്കുന്ന അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ ചേട്ടൻ്റെ നാട്ടിലോട്ട് കൊട്ടാരക്കര സൈഡും ഇതുപോലെ രാമായണ പാരായണം ഇപ്പോൾ ഉണ്ട്. കേൾക്കാനും അതൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഇതാണ്. നമ്മുടെ മക്കളെ ഒക്കെ ഈ സന്ധ്യാനാമം ചൊല്ലിക്കുക, സന്ധ്യാനാമം ചൊല്ലി പഠിപ്പിക്കുക,
നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് നമ്മൾ, എന്തായിരിക്കണം നമ്മൾ, ആരാണ് മാതാവ്, പിന്നെ ഗുരുക്കളെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, എന്തുവാ, ഗുരുനിന്ന ഉമിത്തിയിലെരിഞ്ഞാലും തീരാത്ത പാപകർമ്മമാണെന്ന്. അപ്പം നമ്മുടെ മക്കളെ ഓരോന്നിനെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ദൈവഭയം, ദൈവമുണ്ട്, ദൈവം എന്താണ് എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക. നമുക്ക് പിന്നെ നമ്മുടെ ഹിന്ദുസിലൊക്കെ ഉള്ള മിക്കവർക്കും എന്തിനാ അന്ധവിശ്വാസം? നിൻ്റെ വിശ്വാസം കടുമണിയോളമേ ഉള്ളൂ എങ്കിലും അത് നിറവുള്ളതായിരിക്കണമെന്നാണ്. അപ്പം അത് എന്ന് പറയുന്നത് പൂർണ്ണമായ വിശ്വാസം, പാതി ഇതല്ലല്ലോ. ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിനോടുള്ള വിശ്വാസം പൂർണ്ണമായിരിക്കണം. അത് പാതി വിശ്വസിച്ചാൽ അത് വിശ്വാസമല്ല, അത് വിശ്വാസ വഞ്ചനയാണ്. ദൈവത്തെ വിശ്വസിക്കുമ്പം അത് പൂർണ്ണമായി തന്നെ വിശ്വസിക്കുക. പാതി അത് ഇടപാട് ശരിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പിന്നെ വിശന്നു, നിങ്ങൾ കരയുകയാണ്, നിങ്ങൾക്ക് പാതി ചോറ് തന്നാൽ മതിയോ? നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രം വേണം, പാതി തുണി തന്നാൽ മതിയോ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം, നേരെ പാതി തന്നാൽ മതിയോ? മുഴുവനായിട്ട് വേണ്ടേ? അപ്പോൾ എല്ലാത്തിലും നമ്മൾ പൂർണ്ണത ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഭഗവാനോടുള്ള ഭക്തിയും പൂർണ്ണമായുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു പൂർണ്ണത നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളുടെ തലമുറകളിലും നമ്മൾക്ക് അനുഗ്രഹീതമായ മക്കളായി വളരണമെങ്കിൽ പൂർണ്ണമായ വിശ്വാസം നമ്മളിലൂടെയാണ് ആദ്യ പാഠങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പം ദൈവം എന്ന ഒരു ശക്തി കൃഷ്ണൻ്റെ മുന്നിലിരുന്നുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ഈ നാമോച്ചാരണം മൊത്തവും ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആനന്ദം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു രീതിയിലും, മുസ്ലിം ആണെങ്കിലും മുസ്ലിം രീതിയിലും, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ രീതിയിൽ അതിനെ പറഞ്ഞ് പഠിപ്പിച്ച് നല്ല രീതിയിൽ അതിൻ്റെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ തലമുറ നമ്മളെ ബഹുമാനിക്കില്ല, നമ്മളെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ വെറുതെ വളർത്തി, നമ്മൾ പ്രസവിച്ചു, കഷ്ടപ്പെട്ടു വളർത്തി, പഠിപ്പിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു, അങ്ങനെ അല്ലാണ്ട് ഒരു ഉപയോഗം ഇല്ലാത്ത അവസ്ഥയായിരിക്കും. നമ്മളെ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത മക്കളായി വളരുവാൻ നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ പ്രാപ്തരാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എനിക്കറിയാവുന്ന, എന്നെ അറിയാവുന്ന, എനിക്കറിഞ്ഞൂടാത്ത, എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എന്നും എന്നേക്കുമായി ഉണ്ടാവട്ടെ. 7 തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കാതിരിക്കുക. ബൈ.